ഹിഡൻ ടാപ്സ് കർട്ടൻ, പലതരം പ്ലീറ്റർ കർട്ടനുകൾ, ഐലറ്റ് കർട്ടൻ തുടങ്ങി പലതരം കർട്ടൻ വർക്കുകൾ നമ്മുടെ വീടിന്റെ ജനലുകൾക്കും വാതിലുകൾക്കും നമ്മൾ ചെയ്യിക്കാറുണ്ട്. ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത് ഐലറ്റ് കർട്ടൻ അളവെടുത്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എങ്ങനെയെന്നാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമ്മളിവിടെ ഐലറ്റ് കർട്ടൻ തയ്ക്കുന്നത് ഈ റൂമിലൂടെ ഒരു പാസേജ് ഉള്ളതിനാൽ കർട്ടൻ ഇട്ട് സെപ്പറേറ്റ് ചെയ്യാനായിട്ടാണ്. രണ്ട് ഭാഗത്തും തറയ്ക്കാനായിട്ട് ലോക്കുകളും ഗ്ലാസും ഒക്കെ വിൽക്കുന്ന കടയിൽ നിന്നും നമ്മൾ അതിനായി പ്രത്യേകം പറഞ്ഞു വാങ്ങിയ കമ്പി അടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മൾ കർട്ടൻ തയ്ച്ചിടുന്നത്. കർട്ടൻ തയ്ച്ചിടേണ്ട ഭാഗത്തെ അളവെടുക്കണം. അതിനായിട്ട് കർട്ടൻ ഇടാനായിട്ട് കമ്പി അടിച്ചിരിക്കുന്നത് മുതൽ തറ വരെ ലെങ്തും കർട്ടന്റെ വീതി, അതായത് റൂമിന്റെ വീതി വിട്ടുമായിട്ട് നമ്മൾ അളവെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന ലെങ്തിനോട് കൂടി നമുക്ക് ഇതിലെ അടിച്ചു പിടിപ്പിക്കാനുള്ള സ്ട്രിപ്പിന്റെ വീതിയും തയ്യൽ തുമ്പുകളും കൂടി ചേർക്കാനുണ്ട്. 208 സെന്റിമീറ്റർ ആണ് ലെങ്ത്. അതിൽ സ്റ്റിപ്പിന്റെ വീതി 10 സെന്റിമീറ്ററും കൂടി ആഡ് ചെയ്യണം. മുകളിൽ മടക്കിയടിക്കാൻ 2 സെന്റിമീറ്ററും അടിവശം മടക്കിയടിക്കാൻ 5 സെന്റിമീറ്ററും ഇത്രയും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ 225 സെന്റിമീറ്റർ ആണ് ഒരു കർട്ടന്റെ ലെങ്ത് കിട്ടുന്നത്. അതായത് 2 മീറ്റർ 25 സെന്റിമീറ്റർ ആണ് നമുക്ക് ഒരു കർട്ടന് വേണ്ട ടോട്ടൽ ലെങ്ത്. സാധാരണ കർട്ടൻ തയ്ക്കാനായിട്ട് വരുന്ന തുണികൾക്ക് 120 സെന്റിമീറ്റർ വീതിയാണുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ റൂമിൽ കർട്ടൻ തയ്ച്ചിടാനായിട്ട് എത്ര മീറ്റർ തുണി വേണം എന്നൊക്കെ നോക്കാം. ഒരു കർട്ടൻ തയ്ക്കാനായിട്ട് വേണ്ട ലെങ്ത് ആണ് ആദ്യം നോക്കുന്നത്. നമ്മൾ അളവെടുത്തത് 208 സെന്റിമീറ്റർ ലെങ്ത് ആണ്. അതിനോടുകൂടി 10 സെന്റിമീറ്റർ സ്ട്രിപ്പിന്റെ വീതിയും 2 സെന്റിമീറ്റർ തയ്യൽ തുമ്പും താഴെ മടക്കി അടിക്കാനായിട്ട് 5 സെന്റിമീറ്റർ തയ്യൽ തുമ്പും കൂടെ കൂട്ടി ടോട്ടൽ 225 സെന്റിമീറ്റർ അഥവാ 2 മീറ്റർ 25 സെന്റിമീറ്റർ ആണ് ഒരു കർട്ടന് വേണ്ട ലെങ്ത്. ഇനി അടുത്തത് ഒരു കർട്ടന്റെ വീതി വരുന്നത് 120 സെന്റിമീറ്റർ ആണ്. റൂമിന്റെ വിട്ട് നമുക്ക് 200 സെന്റിമീറ്റർ ആണ് കിട്ടിയിരിക്കുന്നത്. അതിന്റെ 3 ഇരട്ടി കാണണം. അപ്പോൾ 600 സെന്റിമീറ്റർ കാണും. ഈ 600 സെന്റിമീറ്ററിനെ ഒരു കർട്ടന്റെ വീതി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 കിട്ടും. അതായത് ആ റൂമിൽ മൊത്തം 5 കർട്ടൻ ആണ് നമുക്ക് ഇടാനുള്ളത്. 225 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള 5 കർട്ടനുകൾ ആണ് നമുക്ക് തയ്ക്കേണ്ടത്. അതുകൊണ്ട് 225 × 5 1125, അതായത് 11 മീറ്റർ 25 സെന്റിമീറ്റർ ആണ് നമുക്ക് തുണി വേണ്ടത്. അപ്പം ആ റൂമിൽ 5 കർട്ടൻ തയ്ച്ചിടാൻ നമുക്ക് 11 മീറ്റർ തുണിയാണ് വാങ്ങേണ്ടത്. ഞാൻ വിചാരിച്ചു റൂം തിരിക്കാനായതുകൊണ്ട് റൂമിനകത്തെ നിഴല് കാണാതെ നല്ല ഫ്ലീറ്റുകളൊക്കെ അടിഞ്ഞ് നല്ല ഭംഗിയിൽ കിടക്കാനായിട്ട് ഒരു കർട്ടനും കൂടെ ഉള്ള തുണി ഞാൻ ആഡ് ചെയ്തു. ഒരു കർട്ടന് 225 സെന്റിമീറ്റർ ആണ് വേണ്ടത്. അപ്പോൾ 11 മീറ്ററിനോട് കൂടി 2 മീറ്റർ കൂടി ആഡ് ചെയ്തപ്പോൾ 13.5 മീറ്റർ തുണിയാണ് നമുക്ക് വാങ്ങേണ്ടത്. അത് റൗണ്ട് ചെയ്ത് ടോട്ടൽ 14 മീറ്റർ തുണിയാണ് ഞാൻ വാങ്ങിയത്. ഇനി അതിൻ്റെ കൂടെ വേണ്ടത് ഐലറ്റ്സിന്റെ സ്ട്രിപ്പ് റോളും ഐലറ്റ്സും അതിന്റെ ലോക്കും. ഈ 3 സാധനങ്ങളും കൂടി നമ്മൾ വാങ്ങിയിട്ടുണ്ട്. 50 ഐലറ്റ്സും 50 ലോക്കും 8 മീറ്റർ സ്ട്രിപ്പുമാണ് 6 കർട്ടൻ തയ്ക്കാനായിട്ട് വാങ്ങിയിരിക്കുന്നത്. ഇത് കർട്ടൻ വിൽക്കുന്ന കടകളിൽ തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടും. തുണി വെട്ടിയെടുക്കാനുള്ള എളുപ്പത്തിന് തുണിയെ ഇതുപോലെ 2 ആക്കി മടക്കിയിടുക. എന്നിട്ട് താഴേക്ക് 225 സെന്റിമീറ്റർ അളവെടുത്ത് അടയാളപ്പെടുത്തുക. ഇവിടെ വെച്ച് ലൈൻ വരച്ച് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ 6 പീസും വെട്ടിയെടുക്കുക. ഇത് മീറ്ററിന് 90 രൂപ വിലയ്ക്കാണ് വാങ്ങിയത്. പല വിലയിലുള്ള കർട്ടൻ തുണിയും നമുക്ക് വാങ്ങാൻ കിട്ടും. അതുപോലെ 6 കർട്ടന് വേണ്ടിയിട്ട് 6 പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കണം. സ്ട്രിപ്പ് 2 ടൈപ്പാണ് വാങ്ങാൻ കിട്ടുന്നത്. 8 ഹോളുള്ളതും
ഒരു കർട്ടന് 8 ഹോൾ വരുന്നതും ഒരു കർട്ടനിൽ തന്നെ 10 ഹോൾ വരുന്നതുമാണ്. ഞാനിത് 8 ഹോളിൻ്റെ ടൈപ്പാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പം 8 ഹോള് എണ്ണ എടുത്തിട്ട് അതിൻ്റെ 2 സൈഡിലും ഓരോ ഇഞ്ച് വീതം തള്ളിയിട്ടുകൊണ്ട് ഓരോന്നും കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ 6 എണ്ണം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം ഒരു കർട്ടൻ റെഡിയാക്കാനായിട്ടുള്ള ഒരു പീസ് കർട്ടൻ തുണിയും സ്ട്രിപ്പും ഐലറ്റ്സും ലോക്കും തയ്ക്കാൻ ആവശ്യമായ കറുത്ത നൂലും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഈ കർട്ടൻ്റെ മുകളിലേക്ക് വീതിയുടെ ഭാഗത്തായിട്ട് ഇങ്ങനെ സ്ട്രിപ്പ് വെച്ച് ഒരു മുട്ടുസൂചി കൊണ്ട് പിൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യം കർട്ടൻ്റെ ലെങ്ത് അടയാളപ്പെടുത്തിയപ്പോൾ 2 സെന്റിമീറ്റർ മുകൾ വശത്ത് മടക്കി അടിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തിരുന്നു. അത് ഈ ഭാഗത്ത് ഇങ്ങനെ മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ പിൻ ചെയ്തെടുത്തതിന് ശേഷം മുകളിൽ തള്ളിയിട്ടിരിക്കുന്ന 2 സെന്റിമീറ്റർ തയ്യൽ തുമ്പ് സ്ട്രിപ്പിന്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് അടിച്ചു കൊടുക്കുക. ഇതുപോലെ സ്റ്റിപ്പിന്റെ താഴ്ഭാഗവും തുണിയിലേക്ക് വെച്ച് അടിച്ചു കൊടുക്കുക. ഇനി ഇതുപോലെ കർട്ടന്റെ ലെങ്തിന്റെ ഭാഗം 2 സൈഡും 1/2 ഇഞ്ച് വീതിയിൽ മടക്കി അടിക്കുക. ഇത് തേരുവശം ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് കിട്ടുന്ന തുണിയുടെ സൈഡിൽ തേരുവശം അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഒന്നുകൂടെ മടക്കി അടിക്കണം. അപ്പോൾ 1/4 ഇഞ്ച് വീതിയിൽ മടക്കി അടിച്ചാൽ. അടുത്തതായി നമ്മൾ ചെയ്യുന്നത് ഐലറ്റ്സ് ഇടാനുള്ള ഹോളിന്റെ ഭാഗം സ്ട്രിപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ ഇത് 4 മടക്കി കറക്റ്റ് റൗണ്ടിൽ വെട്ടിയെടുക്കുക. എല്ലാ ഹോളും ഇതുപോലെ ആദ്യം വെട്ടിയതിന് ശേഷമാണ് സ്ട്രിപ്പ് വീണ്ടും ഒന്നുകൂടെ മടക്കി അടിക്കുന്നത്. ഇത് കട്ട് ചെയ്യാനായിട്ട് ഹോളിലൂടെ ഈ തുണി അല്പം പുറത്തേക്കൊന്ന് വലിച്ചു വെച്ചതിന് ശേഷം വേണം കട്ട് ചെയ്യാൻ. അപ്പോഴാണ് നല്ല ഷേപ്പിൽ കിട്ടുന്നത്. ഇനി ഇതുപോലെ വീണ്ടും സ്ട്രിപ്പ് ഉള്ളിൽ പോകുന്നത് പോലെ മടക്കിയെടുക്കുക. മടക്കി അടിച്ചതിന് ശേഷം ഒന്നുകൂടി നമ്മൾ ഐ ഹോള് വെട്ടിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ആദ്യം വെട്ടിയെടുത്ത പോലെ തന്നെ 4 മടക്കിയിട്ട് തുണി ഒന്ന് പുറത്തേക്ക് വലിച്ചു പിടിച്ചിട്ട് നല്ല ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ എല്ലാം നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഐലറ്റ്സും ലോക്കും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ ഇതിൻ്റെ നല്ല വശത്ത് ഐലറ്റ്സും ഇതിൻ്റെ അകവശത്ത് ലോക്ക് കൊടുക്കുക. ഈ ലോക്കിന്റെ ഒരു സൈഡിൽ ഒരു തടിപ്പ് പോലുണ്ട്. അത് അകത്ത് വരുന്നത് പോലെ ഇതുപോലെ വെച്ച് അമർത്തി കൊടുക്കുക.
ഇതുപോലെ എല്ലാ ഹോളിലേക്കും ഐലറ്റ്സും ലോക്കും ഇട്ട് കൊടുത്ത് റെഡിയാക്കി എടുക്കുക. ഇനി നമുക്ക് അടിവശം മടക്കി അടിക്കുകയാണ് വേണ്ടത്. ആദ്യം ഇതുപോലെ 1/2 ഇഞ്ച് വീതിയിൽ ഒന്ന് ഫുള്ള് മടക്കി അടിച്ചെടുക്കുക. വീണ്ടും ഇതുപോലെ 1 ഇഞ്ച് വീതിയിൽ അടിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ ഒരു കർട്ടൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. തയ്ച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ ഐ ഹോള് വരുന്നത് എങ്ങനെയാണ്? ഇത് ഫ്രണ്ട് വശം, ഇത് ബാക്ക് വശം. ഇങ്ങനെയാണ് ജനലുകൾക്കും വാതിലുകൾക്കും എല്ലാം നമ്മൾ തയ്ച്ചിടുന്നത്. നമ്മൾ അടിച്ചിരിക്കുന്ന കമ്പിയിലേക്ക് ഇതുപോലെ മടക്കിയെടുത്ത് ഈ ഹോളിലൂടെ കയറ്റിയിടുവാണ് വേണ്ടത്. 8 ഹോളുള്ളത് കൊണ്ട് 4 ഞൊറിവും 10 ഹോളുള്ളതാണെങ്കിൽ 5 ഞൊറിവുമാണ് വരുന്നത്. ഇതിൽ കൂടെ വീതി കുറഞ്ഞ് കുറച്ചും കൂടെ അടിങ്ങിയ ഞൊറിവുകളായിരിക്കും. അങ്ങനെ നമ്മുടെ ബാക്കിയുള്ള 5 കർട്ടനും കൂടി ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം. എല്ലാ കർട്ടനുകളും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനി നമ്മുടെ കർട്ടൻ ഇടാൻ അടിച്ചിരിക്കുന്ന കമ്പിയിലേക്ക് ഇതുപോലെ കയറ്റിയിടണം. ഇങ്ങനെ കയറ്റിയിടണം. ഇതിപ്പോ റൂം തിരിക്കാനായതുകൊണ്ടാണ് നമ്മൾ 5 കർട്ടൻ 6 കർട്ടനൊക്കെ ഇട്ടിരിക്കുന്നത്. സാധാരണ ജനലുകൾക്കാണെങ്കിൽ ഒരു പാളിക്ക് 1 കർട്ടൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇടുന്നത്. വാതിലിനാണെങ്കിൽ 2 കർട്ടൻ. ഇതേപോലെ ലെങ്തും ഒക്കെ എടുത്തിട്ട് ഇതുപോലെ തന്നെ തയ്ച്ചിട്ടാൽ മതി. ഒരു പാളി ജനലിന് 1 കർട്ടൻ എന്നുള്ള രീതിയിലും, ഒരു ഡോറിനാണെങ്കിൽ 2 കർട്ടൻ എന്നുള്ള രീതിയിലും ഇതുപോലെ തയ്ച്ചിടാം. തയ്ച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ്. ശരിക്കും ഇതിന് 5 കർട്ടൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ കുറച്ചും കൂടെ നല്ല അടിങ്ങി കിടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 6 കർട്ടൻ എടുത്തത്. കണ്ടോ, തറയിലൊന്നും മുട്ടി തൂക്കാനൊന്നും ബുദ്ധിമുട്ടുള്ള പോലെ ഇല്ല. നല്ല കറക്റ്റായിട്ടാണ് കിടക്കുന്നത്. ഒരുപാട് തറയിൽ മുട്ടി കിടന്നാൽ പിള്ളേർ ചവിട്ടും, അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ പൊട്ടിപ്പോകും. ഇതിപ്പോൾ തൂക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തയ്ച്ചിടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.